ഒരു കഥ പറയട്ടെ. ഒരിക്കൽ ഒരു ദാനശീലനായ രാജാവ് ഒരു അന്നദാനം നടത്താൻ തീരുമാനിച്ചു. അനേകം ബ്രാഹ്മണന്മാർ അതിൽ പങ്കെടുത്തിരുന്നു. പന്തിയിൽ ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണന് അദ്ദേഹം സ്വന്തം കൈകളാൽ ആഹാരമൂട്ടാൻ തീരുമാനിച്ചു. ഈ സമയത്താണ് ആകാശത്തുകൂടി ഒരു പരുന്ത് തൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമായി ഒരു വിഷപ്പാമ്പിനെ കൊത്തിയെടുത്തുകൊണ്ട് പറന്നുപോയത്. മരണവെപ്രാളത്തിൽ ആ സർപ്പത്തിൻ്റെ വായിൽ നിന്നും 1-2 തുള്ളി വിഷം ആ ബ്രാഹ്മണൻ്റെ ഭക്ഷണത്തിൽ വീണു. ഇതൊന്നും അറിയാതെ ദയാലുവായ ആ രാജാവ് ബ്രാഹ്മണന് ഭക്ഷണം മൂട്ടി. കൊടും വിഷം വയറ്റിൽ ചെന്ന നിമിഷം തന്നെ ബ്രാഹ്മണൻ ജീവൻ വെടിഞ്ഞു. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന യമദേവൻ അത്യന്തം ചിന്താകുലനായി. ഈ ബ്രാഹ്മണഹത്യയുടെ പാപം ആരുടെ മേൽ ചുമത്തണം? ദയാലുവായ രാജാവിൻ്റെ മേലോ? അതോ വിശന്നു തളർന്നിരുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി പോയ പരുന്തിൻ്റെ മേലോ? അതുമല്ലെങ്കിൽ മരണവെപ്രാളത്തിൽ പിടഞ്ഞുകൊണ്ടിരുന്ന സർപ്പത്തിൻ്റെ മേലോ? അദ്ദേഹം ചിന്താനിമഗ്നനായി. അങ്ങനെ യമദേവൻ ആശങ്കാകുലനായി ഇരിക്കുമ്പോഴാണ് കുറച്ച് ബ്രാഹ്മണന്മാർ രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു വരുന്നത്. അവർ വഴിവക്കിൽ കണ്ടിരുന്ന ഒരു സ്ത്രീയോട് കൊട്ടാരത്തിലേക്കുള്ള വഴി അന്വേഷിച്ചു. "നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം. എന്നാൽ കൊടും വിഷം കലർത്തിയ ഭക്ഷണം ബ്രാഹ്മണർക്കു നൽകി ഒരു ബ്രാഹ്മണനെ കൊന്ന രാജാവാണത്. ഇതെപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ" എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരുന്ന യമദേവൻ തൽക്ഷണം ബ്രാഹ്മണഹത്യയുടെ പാപം ആ സ്ത്രീയുടെ മേൽ ചുമത്തി. ഇതു കണ്ട യമദേവതന്മാർ യമദേവനോട് "ഇതെന്തുകൊണ്ടാണ് ഇപ്രകാരം അങ്ങ് ചെയ്തത്?" എന്ന് ചോദിച്ചു. അതിന് യമദേവൻ ഇപ്രകാരം മറുപടി പറഞ്ഞു: "ദാനശീലനായ രാജാവോ, മാതൃധർമ്മം നിറവേറ്റിയ പരുന്തോ, നിസ്സഹായയായി മരണവെപ്രാളത്തിൽ പിടഞ്ഞ സർപ്പമോ വിഷത്തുള്ളികൾ ഭക്ഷണത്തിൽ കലർന്നതായി അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇതൊന്നും കണ്ടിട്ടു പോലുമില്ലാത്ത വെറും കേട്ടുകേൾവിയുടെ പേരിൽ രാജാവിനെതിരായി ദൂഷണം പറയുകയും ആത്മനിർവൃത്തി അടയുകയും ചെയ്ത ആ സ്ത്രീയാണ് കുറ്റക്കാരി. മറ്റുള്ളവരുടെ മേൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തിന് ചിന്ത കൊണ്ടോ പോലും കുറ്റം വിധിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്?" ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ സംശയ ദൂരീകരണത്തിനായി പറഞ്ഞ ഒരു കഥയാണിത്. പരദൂഷണം നരഹത്യയ്ക്ക് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്.